റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഓണത്തിന് കുറേ സിനിമകൾ റിലീസ് ചെയ്ത കൂട്ടത്തിൽ ഞാൻ കണ്ടത് കൊണ്ടൽ മാത്രമായിരുന്നു ആദ്യം. അപ്പം നമ്മൾ ആദ്യം ഇറങ്ങി അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെയും കിഷ്കിന്ധാ കാണ്ഡത്തിൻ്റെയും ഒന്നും ഒരു ഒപ്പീനിയൻ എനിക്ക് നിങ്ങളുമായിട്ടൊന്നും പങ്കുവെക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് കൊണ്ടലിൻ്റെ അത് കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് എനിക്ക് പങ്കുവെക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം സിനിമ റിലീസ് ചെയ്തിട്ട് 3-4 ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ എന്തായാലും അതിനിടയ്ക്ക് ഒരു ദിവസം, അത് കഴിഞ്ഞ ഞായറാഴ്ച തിരുവോണത്തിൻ്റെ ദിവസമാണ് ഞാൻ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ കാണുന്നത്. അതെനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ ഇന്നലെ, അതായത് തിങ്കളാഴ്ച ഞാൻ പോയിട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ സിനിമ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ അതിന് ടിക്കറ്റ് ഇല്ല, കാര്യം ഫുള്ളാണ്. സാമാന്യം നല്ല തിരക്ക് എല്ലാ സ്ഥലത്തും ആ സിനിമയ്ക്കുണ്ട്. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ കാലത്തിന് മുമ്പ് പോയിട്ടുള്ള ഒരു തിയേറ്റർ, നമ്മുടെ ഒരു മെയിൻ സെൻറ്ററിൽ ഉള്ള ഒരു തിയേറ്റർ, അതായത് നമ്മുടെ കൊല്ലം G-Max ഉത്സവ് എന്ന് പറയുന്ന ഒരു തിയേറ്റർ, അതായത് പഴയ അർച്ചന ആരാധന തിയേറ്റർ. നമുക്കറിയാം, പഴയ ആളുകൾക്കല്ലേ, കൊല്ലംകാർക്കൊക്കെ അർച്ചന ആരാധന എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ ആ ഒരു തിയേറ്ററിൽ പോയിട്ട് കിഷ്കിന്ധാ കണ്ടൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ടിക്കറ്റ് അവർക്ക് നമുക്ക് പറയുന്ന കണക്ക് സ്കാൻ ചെയ്തതിന് ശേഷം എല്ലാ തിയേറ്ററും, ചില തിയേറ്ററുകളിൽ നമുക്കറിയാം, നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള സ്കാൻ ചെയ്ത് വരുന്നതിൻ്റെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സീറ്റിലേക്ക് കയറിയിരിക്കാം. പക്ഷേ ചില തിയേറ്ററുകളിൽ, പ്രത്യേകിച്ച് ഈ ഞാൻ പറഞ്ഞ തിയേറ്ററിൽ പോലുള്ളിടത്ത്, നമ്മൾ ആദ്യം തന്നെ കൗണ്ടറിൽ ചെന്നിട്ട് അവരുടെ സ്കാൻ മെഷീനകത്ത് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് വരും, അത് എടുത്തിട്ടാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ അതുമൊക്കെ എടുത്തിട്ട് തിയേറ്ററിൽ കയറി 11:30 ഷോ പടം കാണാൻ വേണ്ടി കാത്തിരുന്നു. അതായത് സിനിമ തുടങ്ങുന്നു, ഓരോന്ന് എഴുതി കാണിക്കുന്നു, പടം തുടങ്ങുന്നു, ആസിഫ് അലിയെയും അപർണ ബാലമുരളിയെയും വിജയരാഘവനെയൊക്കെ കാണുന്നു. പെട്ടെന്ന് നടക്കുന്നു, പിന്നൊന്നുമില്ല സ്ക്രീനിൽ. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ചില തിയേറ്ററുകളിൽ പോകുമ്പം കറണ്ട് പോകുമ്പം ഈ ജനറേറ്റർ ഓണാക്കാൻ ഒരു സമയം എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അന്ന് എനിക്കറിയത്തില്ല അന്നും അതിനായിരിക്കുമോ അങ്ങനെ. അപ്പോഴത്തേക്ക് താഴെ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കൂവി വിളികളും കൂവലുകളൊക്കെ തുടങ്ങും. അപ്പം അത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അനുഭവപ്പെട്ടത്, അതായത് ഒന്ന് ആസ്വദിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞാണെങ്കിൽ G-Max ഉത്സവ് ആരാധന കോംപ്ലക്സിൽ പോയിട്ട് കിഷ്കിന്ധാ കാണാൻ പോകുന്ന സമയത്ത് പിന്നെ കുറേ നേരത്തേക്ക് സ്ക്രീനിലൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റോളം നമ്മുടെ ക്ഷമ പരീക്ഷിച്ചതിന് ശേഷം വീണ്ടും വന്നപ്പോൾ എന്താണ് സംഭവം, കുറച്ചുകൂടെ പുറകിലോട്ട് റിവൈൻഡ് ചെയ്ത് കണക്ക് നമ്മൾ ചില ടി വിയിലൊക്കെ റിമോട്ട് വെച്ചിട്ട് നമ്മൾ ചില വീഡിയോസും ചില സിനിമാസൊക്കെ കാണുന്ന സമയത്ത് നമ്മളത് കുറച്ചുകൂടെ റിവൈൻഡ് ചെയ്ത് കാണുന്ന കണക്ക് കുറച്ചുകൂടെ ബാക്കിലോട്ട് മാറ്റിയിട്ട് അപ്പോൾ എന്താണ് പ്രശ്നം, സൗണ്ട് ഇല്ല. അതുവരെ കേട്ടോണ്ടിരുന്നതിന് വോയിസ് ഇല്ലാത്ത രീതിയിൽ അത് നമുക്കിങ്ങനെ എല്ലാവരും ഇങ്ങനെ ചുണ്ടുകൊണ്ട് അനക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ട ഭാഗം തന്നെയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അതും പോയി. പിന്നെ ഒരു 10-15 മിനിറ്റൂടെ ഒന്ന് കാത്തിരുന്നതിന് ശേഷം വീണ്ടും സ്ക്രീനിലേക്ക് സിനിമ വന്നു. അപ്പോഴെവിടെയാണ്, ഏറ്റവും തുടക്കത്തിൽ, അതായത് ഫസ്റ്റ് സീൻ മുതൽ വീണ്ടും കാണിക്കുന്നത് കുറച്ച് നേരത്തേക്ക്. അത് കുറച്ച് നേരം ഇരുന്ന് ക്ഷമാപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൂടെ ദാണ്ട വീണ്ടും കിടക്കുന്നത്, അതും പോയി. പിന്നൊന്നുമില്ല. ഷോ ഇല്ലെന്നും പറയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരവും മിണ്ടുന്നില്ല. ആൾക്കാരെല്ലാം ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം തിയേറ്ററിൽ അവിടെ കുത്തിയിരുന്നു. പിന്നെ ഓരോരോ ആൾക്കാരായിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. താഴോട്ട് ഇറങ്ങിപ്പോയ ആൾക്കാരൊന്നും പിന്നെ തിരിച്ചു വന്നില്ല. അപ്പം കുറേ നേരം ഇരുന്ന് ക്ഷമ നശിച്ചപ്പം ഞാനും പതുക്കെ ഇറങ്ങി താഴേക്ക് പോയി. താഴെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് പൈസ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ ഒരു നീണ്ട ക്യൂ ആയി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇതൊന്നും അറിയാതെ പാവത്തുങ്ങൾ കുറേ ആൾക്കാർ പിന്നെയും തിയേറ്ററിനകത്തിരിക്കുക. എങ്കിൽ ഷോ നടക്കത്തില്ല, എല്ലാവരുടെയും റീഫണ്ട് ചെയ്യാവുന്നോ അല്ലെങ്കിൽ ഷോ നടക്കത്തില്ലെന്നോ എന്തെങ്കിലും പറയാനുള്ള ഒരു മാന്യതയോ മര്യാദയോ പോലും അവരാരും കാട്ടിയില്ല. കാര്യം അവർക്ക് വേണമെങ്കിൽ ഒരാൾ വന്നിട്ട് പറയാമായിരുന്നു, എല്ലാവരെയും കൂടെ ചേർത്തിട്ട് ഷോ നടക്കില്ല, ഇന്ന കംപ്ലൈൻ്റ് ഉണ്ട്, പ്രൊജക്ടർ കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ ഇനി തുടർന്ന് ഇത് പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല, ഈ ഷോ ഇവിടെ നിർത്തുകയാണ് എന്നെങ്കിലും അവർക്ക് പറയാം. അതുപോലും അവർ പറഞ്ഞില്ല. ചെന്നവർക്ക് മാത്രം, അതായത് പിന്നെയും ഞാൻ പറഞ്ഞ കണക്ക് കുട്ടികളുമായിട്ടും പ്രായമായ അമ്മമാരും ഒക്കെ ആയിട്ട് ഓരോരുത്തർ തിയേറ്ററിനകത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ എന്തായാലും കുറേ നേരം പോയി ക്യൂവിൽ. ഞാൻ ആദ്യം ആലോചിച്ച് പൈസ തിരിച്ച് വാങ്ങിക്കണമെന്ന്, കാര്യം അതിനു വേണ്ടിയുള്ളൊരു ക്യൂ ഉണ്ടായിരുന്നു പൈസ തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ഷമാപൂർവ്വം നിന്ന് ഞാനും എൻ്റെ മോനോടെ ചേർന്ന് വളരെ ക്ഷമയോടുകൂടി നിന്ന് പിന്നെ അവസാനം ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചെടുത്ത് പിന്നെ മോൻ്റെ ഒരു നിർബന്ധം കൊണ്ട് എന്തായാലും ഞാൻ ആ പൈസ തിരിച്ച് വാങ്ങിച്ചു. ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരും തിരിച്ച് വാങ്ങിച്ചിട്ട് പോയി. അപ്പോഴും ഇതൊന്നും അറിയാതെ കുറേ ആൾക്കാർ തിയേറ്ററിനകത്തിരിക്കുക. പിന്നെ അവരൊക്കെ എനിക്ക് തോന്നുന്നു ഇറങ്ങി വന്ന് പൈസ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടാവും. ചില ആൾക്കാർ പൈസ വാങ്ങിക്കാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ പലരും അവരോട് ആവശ്യപ്പെട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ബുക്ക് മൈ ഷോയിൽ നിങ്ങളുടെ ഷോ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ഷോ ക്യാൻസൽ ചെയ്യത്തില്ല. അതിനവർ പറയുന്നത് അവർക്കെന്തോ ഭീമമായ നഷ്ടം ഉണ്ടാവുമെന്ന്. എനിക്കറിയില്ല എന്താണ് അവർക്കുണ്ടാവുന്ന ഭീമമായ നഷ്ടം എന്തോന്നും നമുക്കറിയില്ല. എന്തായാലും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നീട് അപ്പോൾ ഒരു വാശിയായി, എന്തായാലും ഈ സിനിമ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അങ്ങനെ ഇന്നാണ് പിന്നെ വീണ്ടും കിഷ്കിന്ധാ കാണ്ഡം ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ ഞാൻ കണ്ട്. മൈ സിനിമാസിൽ പോയി കണ്ടു. വളരെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമ.
എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു അഭിപ്രായം, ഈ സിനിമ കണ്ടിട്ട് വളരെ കുറച്ചുകൂടെ മുന്നേ നിങ്ങളൊക്കെ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായം പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം വലിച്ചു നീട്ടുന്നില്ല, അത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞൊതുക്കിയാൽ ആസിഫ് അലി ആയാലും പ്രത്യേകിച്ച് വിജയരാഘവൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും മായാതെ മറക്കാതെ ഇനി നിൽക്കാൻ പോകുന്നത് വിജയരാഘവൻ്റെ ഈ ചിത്രത്തിലെ കഥാപാത്രം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. നായകനായിട്ടുള്ള ആസിഫ് അലി ആണെങ്കിലും നായിക അപർണ ബാലമുരളി ആണെങ്കിലും അശോകനാണെങ്കിലും എല്ലാവരും അവരുടേതായിട്ടുള്ള റോളുകൾ ഭംഗിയാക്കി. പക്ഷേ എത്രയൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോഴും വിജയരാഘവനെ ഒരിക്കലും എനിക്ക് തോന്നി ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് വിജയരാഘവൻ്റെ ഒരു എക്സ്പ്രഷൻ പോലും അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കാതെ മായാതെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും അതിന് ഒപ്പം നിൽക്കുന്ന ഒരു ഡയറക്ഷനും, അതുപോലെ ഓരോ അഭിനേതാക്കളുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളും ഏറ്റവും മികച്ച സംഭാഷണങ്ങളുമായിട്ട് അതിഗംഭീരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സിനിമ. കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പം ഫസ്റ്റ് ഡേയെക്കാട്ടിലും സെക്കൻഡ് ഡേയും തേർഡ് ഡേ ഫോർത്ത് ഡേ ഒക്കെ അതിന് കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുമ്പം എനിക്ക് പറയാനുള്ള എനിക്ക് തോന്നുന്നത് ഈ സിനിമയ്ക്ക് ഈ വിജയമൊന്നും അല്ല കിട്ടേണ്ടുന്നത്. വളരെ വലിയൊരു രീതിയിലുള്ളൊരു വിജയത്തിലേക്കാണ് ആ സിനിമ പോകേണ്ടത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓണം വിന്നർ എൻ്റെ അഭിപ്രായത്തിൽ, ഞാനിപ്പം കൊണ്ടലും അജയൻ്റെ രണ്ടാം മോഷണവും കിഷ്കിന്ധാകാണ്ഡവും കണ്ട എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഓണം വിന്നറായിട്ട് കണക്കാക്കുന്ന, അല്ലെങ്കിൽ ഓണം വിന്നറായിട്ട് കണക്കാക്കുന്നതല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കിഷ്കിന്ധാകാണ്ഡമാണെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. ഏതായാലും എല്ലാ സിനിമകളും വലിയ വിജയമാവട്ടെ. കിഷ്കിന്ധാകാണ്ഡം ഒരു പടി മുന്നിൽ നിൽക്കട്ടെ. താങ്ക്